ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു 52 cc ബ്രഷ് കട്ടറിൻ്റെ ആണ്. 52 cc എന്തുകൊണ്ട് വാങ്ങരുത് എന്നുള്ളൊരു വീഡിയോ ആണ്. എപ്പോഴും ഞാൻ വാങ്ങേണ്ടുന്ന ബ്രഷ് കട്ടറുകളാണ് എപ്പോഴും പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോ 52 cc ഏത് ബ്രാൻഡാണെങ്കിലും അതിൻ്റെ ന്യൂനതകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ മെറ്റൽ ട്രിമ്മർ ഹെഡ് സമ്മാനമായി അയച്ചു കൊടുക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന വിധം ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 7 ദിവസത്തിനുള്ളിൽ കമൻറ്റ് ഇതിനകത്ത് ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നോട് വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട് 52 cc കുറിച്ച്. ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും 52 cc നിങ്ങൾ വാങ്ങരുത്, 43 cc 2 സ്റ്റോക്ക് വാങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മതിയായ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ചില കാരണങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ധാരാളം ബ്രഷ് കട്ടർ കാണുന്നുണ്ട്. വളരെ ചീപ്പായിട്ടൊക്കെ നമുക്ക് കാണും. അതിൻ്റെ വിലക്കുറവ് തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ. നമ്മുടെ ഓൺലൈനിൽ കാണുന്ന ഒരു 90% എനിക്ക് തോന്നുന്നു 52 cc ബ്രഷ് കട്ടറുകളാണ്. അപ്പോൾ ഈ ബ്രഷ് കട്ടറിൽ തന്നെ നോക്കുക, ഇതിലിപ്പോൾ 52 cc എന്നൊന്നും അവർ കൊടുത്തിട്ടില്ല. ചില ബ്രഷ് കട്ടറിലൊക്കെ 52 cc എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതൊരു 52 cc ബ്രഷ് കട്ടറാണ്. ഇതൊരു 43 cc ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിക്കോ 43. ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയൊന്നുമില്ല 52 ഏതാണെന്ന്. അത് സിലിണ്ടറിൻ്റെ വലിപ്പ വ്യത്യാസം കൊണ്ട് മാത്രമേ അതിന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്ക് 43 ആണോ 52 ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇങ്ങനെ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്. നമ്മൾ 43 ആണെന്ന് ഓർത്ത് വാങ്ങുകയൊക്കെ ചെയ്യും. പലപ്പോഴും ഇത് വിൽക്കുന്ന ഷോപ്പുകാർക്ക് പോലും അറിയത്തില്ല 52 ആണോ 43 ആണോ എന്ന്. അത്ര നല്ല ടെക്നിക്കലായിട്ട് അറിവുള്ളവർക്ക്, ഷോപ്പുകാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ഇത് വിൽക്കുന്ന 52 cc വിൽക്കുന്ന കടയിൽ വിൽക്കുന്നവരോട് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നിങ്ങളുടെ വിൽപ്പന മുടക്കാനൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. ശരിക്കും കസ്റ്റമേഴ്സ് അനുഭവിക്കുന്നത്. ഞാനൊരു 13 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ ഈ ഫീൽഡിലുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മളിത് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലെ കച്ചവടം കുറയുകയുള്ളൂ. അതുകൊണ്ട് 52 cc പരമാവധി മനസ്സിലാക്കി കൊടുക്കാതിരിക്കുക. 43 cc ആയിരിക്കും ഉചിതം. അപ്പോൾ എന്തുകൊണ്ട് 52 cc വേണ്ട എന്ന് പറയാനുള്ള കാരണങ്ങൾ, ഒന്നാമത്തേത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കിക്കറാണ്. അതായത് സ്റ്റാർട്ടർ സെറ്റ്, കിക്കർ എന്നൊക്കെ പറയുന്ന 52 cc എപ്പോഴും അതിൻ്റെ സിലിണ്ടറിന് വലിപ്പം കൂടുതലാണ്. അതേസമയം 43 cc സിലിണ്ടർ ചെറുതാണ്. അപ്പോൾ തന്നെ ഇത് പവർ കൂടാനെ കൊണ്ടാണ് വലുത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 43 cc കാണുന്ന ഒരു സ്റ്റാർട്ടർ സെറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റാർട്ടർ സെറ്റാണ്. 52 cc മിക്കവാറും വരുന്നത് അതിലും ഇതുപോലുള്ള 43 cc ക്വാളിറ്റി കുറഞ്ഞ സ്റ്റാർട്ടർ സെറ്റുകളായിരിക്കും എപ്പോഴും വരുന്നത്. അതുകൊണ്ട് 52 cc കുറിച്ച് കൂടുതൽ ഉപയോഗിച്ചവരോട് പറയാനില്ല. ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന കംപ്ലയിൻറ്റ് ഈ സ്റ്റാർട്ടറായിരിക്കും. കാരണം സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെയും വലിപ്പം കാരണം ഇതിന് നല്ല പിടുത്തം വരും. നല്ലതായിട്ട് പിടിക്കുമ്പോൾ ഇത് ഒന്നുകിൽ സ്പ്രിങ് പൊട്ടും, അല്ലെങ്കിൽ വള്ളി പൊട്ടും. ഉടൻ തന്നെ നിങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകേണ്ടി വരും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ വൈബ്രേഷനാണ്. ഇത് ഭയങ്കരമായിട്ട് ശരിക്കും നമുക്ക് പുല്ല് വെട്ടുന്നതിന് നമുക്ക് ഹോണ്ടയൊക്കെ അറിയാം. അതൊരു 35 cc അതിൻ്റെ പവർ വരുന്നത്. അതിനൊക്കെ വളരെ വൈബ്രേഷൻ കുറവായിരിക്കും. 43 cc ഒരു ആവറേജ് വൈബ്രേഷനൊക്കെ ഉള്ളൂ. പക്ഷേ ഈ 52 cc ഹൈ വൈബ്രേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് ഡ്രമ്മ്, അതുപോലെ തന്നെ ഗിയർ സെറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മുഴുവൻ 43 cc തന്നെ സമാനമായതാണ്. 52 cc എന്നുള്ളതിൽ നിന്ന് അവർ കുറച്ച് ക്വാളിറ്റി കൂട്ടിയോ അല്ലെങ്കിൽ പവർ അതിൻ്റെ കുറച്ച് ഹെവി ആക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഈ 43 ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്, അതിൽ പാർട്സ് തന്നെയാണ് ഈ 52 വരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഹൈ സ്പീഡ് കാരണം അതൊക്കെ കംപ്ലൈൻറ്റ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്, കംപ്ലൈൻറ്റ് വരാറുമുണ്ട്.
അടുത്തതായി 52 cc ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ആക്സിലേറ്ററാണ്. ആക്സിലേറ്ററിന് ഈ കാർബറേറ്ററിൻ്റെ മുകളിലത്തെ ഭാഗം 52 cc ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് വേഗം സ്റ്റക്കാവും. അതിൻ്റെ നമുക്ക് മെക്കാനിക്കൽപരമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 52 cc അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവിക്കാറുണ്ട്. 43 cc ചുരുക്കമായിട്ട് അങ്ങനെ വരാറുണ്ടെങ്കിലും 52 cc ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത് സ്റ്റക്കാകുന്നതായിട്ട് കാണാം, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 52 cc മറ്റേ എൻജിൻ പരമായിട്ടുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നതാണ് അതിൻ്റെ ക്രാങ്ക് പെട്ടെന്ന് തകരാറിലാകുക എന്നുള്ളത്. ക്രാങ്കൊക്കെ പെട്ടെന്ന് നശിക്കുന്നതായിട്ട് കാണാം. എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. ഇനിയിപ്പം അങ്ങനത്തെ ബ്രാൻഡുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്തിട്ടുള്ള ബ്രാൻഡുകളിൽ പലരും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ ക്രാങ്കിൻ്റെ പ്രശ്നമായിട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ മെക്കാനിക്കൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൈ സ്പീഡാണല്ലോ ഇത്. ഹൈ സ്പീഡ് കാരണം അതിന് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, അത്രയ്ക്കൊക്കെ ക്വാളിറ്റി ഉള്ളതിന്. കാരണം ഇത് വില കുറച്ച് കൊടുക്കുന്ന മെഷീനുകളാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ക്വാളിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. അതാണിപ്പം ഇന്നത്തെ പെട്രോൾ വിലയ്ക്ക് നമുക്കറിയാം. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ കിട്ടിയെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കിട്ടിയാൽ നല്ല പെർഫോമൻസ് ഉള്ള ബ്രഷ് കട്ടർ എന്ന് പറയാം ഈ 52 cc സാധാരണ കാർബറേറ്റർ ഉപയോഗിച്ച്. എന്നാൽ 52 cc കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ചുരുക്കം കമ്പനികളുണ്ട് വാൽബ്രോയുടെ കാർബറേറ്റർ ഉപയോഗിച്ച്. അതിനൊരു 2 മണിക്കൂർ മൈലേജ് കിട്ടാറുണ്ട്. അതും കൂടെ ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അത് കാർബറേറ്ററിൻ്റെയാണ്. വാൽബ്രോയുടെ കാർബറേറ്റർ ഉപയോഗിക്കുന്ന 52 cc 2 മണിക്കൂർ വരെ മൈലേജ് കിട്ടാറുണ്ട്. പക്ഷേ അതിന് വില കൂടും, നമുക്കിതുപോലെ ചീപ്പായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ അടുത്തതായി പറയാനുള്ളത് ഇതിൻ്റെ അപ്പോൾ ചിലരൊക്കെ ചോദിച്ചേക്കാം നല്ല പവറല്ലേ എന്നൊക്കെ. അത് സാധാരണ ഷോപ്പുകാർ പറയുന്ന ഒരു ന്യായമാണ്, നല്ല പവറുള്ള മോട്ടറാണെന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ ഇതിനെപ്പറ്റി ബ്രഷ് കട്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അതിന് പവറിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് അതിന്. അതായത് 43 cc ബ്രഷ് കട്ടർ തന്നെ ഫുൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുല്ല് വെട്ടാനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും 43 cc ഉപയോഗിക്കുന്നവർ പോലും ഫുള്ള് ആക്സിലേറ്റർ കൊടുത്താൽ അത് ഹൈ സ്പീഡാണ്. അപ്പോൾ 52 cc ശരിക്കും നമുക്ക് ആവശ്യം വരുന്നില്ല സ്പീഡിന്. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല 52 cc ഫുൾ കൈ കൊടുത്ത് ആരെങ്കിലും ഇത് വർക്ക് ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് സ്പീഡ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പുല്ല് വെട്ടുന്ന കാര്യമല്ല ഇതിൽ ചെയ്യുന്നത്. അപ്പം അതിനൊരിക്കലും അത് ആവശ്യമില്ല. പക്ഷേ ഈ എൻജിൻ നമുക്ക് മോട്ടോർ ബോട്ടുകളിൽ, അതായത് നമ്മുടെ ഇപ്പം ബോട്ട് അറ്റാച്ച്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്, അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് കുഴപ്പമില്ല. ഈ മൈലേജിൻ്റെ പ്രശ്നമുണ്ട്, എന്നാലും അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളിൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഓഗറുകളിൽ. അപ്പോൾ നമുക്ക് സ്പീഡിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ പുല്ല് വെട്ടുന്നതിന് ഒരിക്കലും നമുക്ക് ഇത്രയും സ്പീഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിൽ ഈ കേൾക്കുന്ന പലരിലും 52 cc ഉപയോഗിക്കുന്ന ആളുകൾ കാണും. നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവില്ല. ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഞാൻ പറയുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനിടയാവും. ഞാൻ കുറച്ച് ബ്രാൻഡുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അനുഭവത്തിൽ വെച്ചാണ് പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വാൽബ്രോയുടെ കാർബറേറ്റർ വരുന്ന ചില ബ്രാൻഡുകൾ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ചുരുക്കമാണ്, നല്ല വിലയും വരുന്നുണ്ട് അതിന്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. 52 cc ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അനുഭവം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അതോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ ഇനി മേടിക്കാനിരിക്കുന്നവർക്കും അത് ഉപകാരമാകും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യും. മറ്റുള്ളവർക്കും അറിവ് ലഭിക്കട്ടെ ഇതിനെക്കുറിച്ച്. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ തിരുത്തുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എല്ലാവർക്കും ഉപകാരമാകട്ടെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർക്ക് ഉപകാരമായി തീരട്ടെ. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ മെറ്റൽ ട്രിമ്മർ ഹെഡ് സമ്മാനമായി ലഭിക്കുവാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.